പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് തേക്ക് മ്യൂസിയത്തിലാണ്. ഒരുപാട് പ്രാവശ്യം നിലമ്പൂർ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്നേ വരെ തേക്ക് മ്യൂസിയത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വന്നത് ലക്ഷ്യം വെച്ച് നിലമ്പൂർ പിന്നെ പ്ലാനോ അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നമ്മൾ നാട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ മ്യൂസിയത്തിലാണ്, തേക്ക് മ്യൂസിയത്തിൽ. അപ്പോൾ തേക്ക് മ്യൂസിയത്തിലെ കുറച്ച് നമ്മൾ കാഴ്ചകളും ഇതിനുള്ളിൽ എന്തൊക്കെ ഉണ്ട് എല്ലാ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു തേക്കിൻ്റെ വേരാണ് കാണുന്നത്. അതുപോലെ തന്നെ തേക്ക് അടിവേര് തായ് വേരുണ്ടാവില്ല തേക്കിന്, അതിൻ്റെ ഒരു എന്താണ് കാണുന്നത് ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ. അതുപോലെ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ പുറത്ത് ധരിക്കേണ്ടതാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ തേക്കിൻ്റെ വിശേഷങ്ങളാണ് ഇവിടെ കൂടുതൽ. തേക്ക് കൊണ്ടുണ്ടാക്കിയ ഫർണിച്ചറുകൾ, അതുപോലെ തന്നെ തേക്ക് പഴയ കാലത്തിലെ വേര് കാര്യങ്ങൾ, ഒരുപാട് അതിൻ്റെ സവിശേഷതകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഓരോ ബോർഡിൻ്റെയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേക്ക് മ്യൂസിയമൊക്കെ സന്ദർശിച്ചാത്തവരുണ്ടെങ്കിൽ സന്ദർശിക്കാം. ഒരു വട്ടം കാണാനുള്ള കാഴ്ചകളൊക്കെയാണ് തേക്ക് മ്യൂസിയത്തിൽ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മാക്സിമം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് മ്യൂസിയം മൊത്തത്തിലൊന്ന് കണ്ടു നോക്കാം എന്തൊക്കെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ കാണുന്നത് തേക്കിൻ്റെ ഓരോ ചെറുത് വലുത് അങ്ങനെ ഓരോ സെക്ഷനായിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത്. അതുപോലെ തന്നെ തേക്കിൻ്റെ വേര് കാര്യങ്ങൾ, അടി, അങ്ങനത്തെ ഓരോ സാധനങ്ങൾ. ഒരു തേക്കിൻ്റെ എന്തൊക്കെ ഉണ്ടോ ഇതിൻ്റെ ഫുള്ള് ഉണ്ട് മ്യൂസിയത്തിൽ. അപ്പോൾ നിങ്ങൾ സന്ദർശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തേക്ക് മ്യൂസിയമൊക്കെ ഒന്ന് ജസ്റ്റ് പോയി കണ്ട് സന്ദർശിച്ചാൽ. ഞാൻ നാട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു ബാഗും പിടിച്ച് കുറച്ച് എവിടേക്കിലൊക്കെ ചാടാൻ പോകണമെന്നോ അങ്ങനെ ചാടാണെങ്കിൽ ചാടാലോ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷെ നമ്മളങ്ങനെ എത്തിപ്പെട്ടത് മ്യൂസിയത്തിലായി. മ്യൂസിയം കണ്ടിട്ട് നമ്മളെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ലൊക്കേഷൻ എവിടേക്കിലൊക്കെ ആയിട്ട് നമ്മൾ പിടിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ആ ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നുണ്ട്, പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു തേക്കിൻ്റെ ഒരു തടിൻ്റെ ഒരു മണ്ണെന്നാണ്, അത്രയും പഴക്കമുള്ളൊരു തേക്കാണ് ഈ കാണുന്നത്. ഓരോ തേക്കിൻ്റെ ഓരോ സ്ഥലത്ത് ഓരോ സവിശേഷതകളും കാര്യങ്ങളൊക്കെ അവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. സത്യം പറയാനില്ല, നമ്മൾ ട്രിപ്പ് പോയി അതേമാതിരി എവിടേക്കൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും നോക്കണ്ട, വണ്ടി എടുക്കുക. ആരാ ഇല്ലോല് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയും കൂട്ടി പോവുക, ഇല്ലാന്നുണ്ടെങ്കിൽ സോളോ ആയിട്ട് എങ്ങനെ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എത്തിപ്പെടും. അപ്പോൾ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നില്ലൊരു എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം എത്രയും കാലം നിലമ്പൂർ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഈ മ്യൂസിയത്തിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ഒന്നും അതിന് സാധിച്ചു, അൽഹംദുലില്ലാ ഇപ്പോൾ കാണാനായി. അപ്പോൾ ഇനി മ്യൂസിയത്തിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്.
അതില്ലെങ്കിൽ കറക്റ്റ് റൗണ്ട് ആവും അത് 62 റൗണ്ട് ഉണ്ടാവും ആ റൗണ്ട് സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഫസ്റ്റ് കാണുന്ന രണ്ട് തവളകളൊക്കെ നിൽക്കുന്നൊരു പൂള് മാതിരി, സ്വിമ്മിങ് പൂള് മാതിരി തന്നെ സാധനം, മീനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ചെടികളും അതുപോലെ നല്ല ഒപ്പത്തിന് പറ്റിയ ബുഷുകളും കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതുകൊണ്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്കൊക്കെ പറ്റിയൊരു ലൊക്കേഷനും കൂടിയാണ്. ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ് നമ്മുടെ നിലമ്പൂർ തേക്ക് മ്യൂസിയം. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കുറച്ച് ആക്ടിവിറ്റീസും പാർക്കും ഒക്കെ അടങ്ങുന്ന ഓരോ മരത്തിൻ്റെ സവിശേഷതകളും ഓരോ ഇതിൻ്റെയൊക്കെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുള്ളിൻ്റെ ചെടിയാണ്, കള്ളുമുള്ളി ചെടി. ഒരു മരം മാറ്റി നിൽക്കുന്നുണ്ട് അടിയെ. പക്ഷേ കറക്റ്റായിട്ട് കള്ളുമുള്ളി ചെടിയാണോന്ന് അറിയില്ല നമുക്ക്. പിന്നെ പേരും കാര്യങ്ങളൊന്നും കാണാനില്ല. ഒരുവിധം മരത്തിനൊക്കെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ ചാനലൊക്കെ സബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഗൈസ്.